മരിയൻ പ്രതിഷ്ഠ ആമുഖം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം യേശുക്രിസ്തുവിന് അനുരൂപരാകുക എന്നതാണ്. അതായത് യേശുവിലേക്ക് രൂപാന്തരപ്പെടുക, യേശുവിനെ പോലെ ആകുക. എഫെസോസ്യർക്കുള്ള 4-ാം അധ്യായത്തിൻ്റെ 15-ാം വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നത് ഇങ്ങനെയാണ്: ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം ക്രിസ്തുവിന് അനുരൂപരാകുന്നതിന് ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്ന മറ്റൊരു വാക്കാണ് ക്രിസ്തീയ പരിപൂർണത. ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കുകയാണ് ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ജ്ഞാനസ്നാനത്തോടെ ആണ് ക്രിസ്തു ശിഷ്യത്വ ജീവിതം നമ്മൾ ആരംഭിച്ചത്. അതാകട്ടെ പൂർണ്ണതയിലേക്കുള്ളൊരു മുന്നേറ്റമാണ്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വാക്യങ്ങളിൽ അത് പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു യേശു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. സ്വാഭാവിക ജീവൻ പടിപടിയായാണ് രൂപപ്പെടുന്നതും വളരുന്നതും പക്വത പ്രാപിക്കുന്നതും. അതുപോലെ അതിസ്വാഭാവിക ജീവനും പടിപടിയായാണ് പക്വതയിലേക്ക് എത്തുന്നതും പൂർണ്ണത പ്രാപിക്കുന്നതും. സ്വാഭാവിക ജീവൻ്റെ കാര്യത്തിൽ അത് രൂപപ്പെടുന്നതിനും വളരുന്നതിനും ഒരമ്മ ആവശ്യമാണ്. അതിസ്വാഭാവിക ജീവൻ്റെ കാര്യത്തിലും ഒരമ്മയുടെ ആവശ്യമുണ്ട്. അത് പരിശുദ്ധ കന്യകാമറിയമാണ്. ഇതാ നിൻ്റെ അമ്മ എന്ന് മറിയത്തെ ചൂണ്ടിക്കാട്ടി ശിഷ്യനായ യോഹന്നാനോട് യേശു പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്: യേശുവിന് പൂർണ്ണമായും അനുരൂപരാകുക അഥവാ ക്രിസ്തീയ പൂർണ്ണത പ്രാപിക്കുക എന്നത് ആയുഷ്കാലം മുഴുവൻ കൊണ്ട് യാഥാർത്ഥ്യമാകേണ്ട ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ 33 ദിവസത്തെ മരിയൻ പ്രതിഷ്ഠയെ നാം കാണുന്നത്. അതിനുശേഷവും മരിയൻ പ്രതിഷ്ഠ ധ്യാനം തുടരുന്നത് കൂടുതൽ അഭികാമ്യവും ആണ്. അനേകം പേർ അങ്ങനെ ചെയ്യുന്നുമുണ്ട്. പരിപൂർണതയുടെ മാർഗം തപശ്ചര്യയുടേതും പരിത്യാഗത്തിൻ്റേതുമാണ് എന്നാണ് തിരുസഭയുടെ പരമ്പരാഗതമായ പ്രബോധനം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2015 ഖണ്ഡികയിൽ അതിപ്രകാരം പഠിപ്പിക്കുന്നു: പരിപൂർണതയുടെ വഴി കുരിശിലൂടെയാണ് കടന്നു പോകുന്നത്. പരിത്യാഗവും ആധ്യാത്മിക സമരവുമില്ലാതെ വിശുദ്ധിയില്ല. തപശ്ചര്യയും പരിത്യാഗവും ആധ്യാത്മിക പുരോഗതിക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, വിലപ്പെട്ട ഏതാനും സമയം പ്രതിദിനം അടുത്ത 33 ദിവസവും മരിയൻ പ്രതിഷ്ഠയ്ക്കായി ചെലവഴിക്കുന്നത് തന്നെ കുരിശിൻ്റെ വഴിയിലൂടെയുള്ള ഒരു തീർത്ഥാടനമാണ്. പടിപടിയായുള്ള ജീവിത നവീകരണത്തിന് ഈ ദിവസങ്ങൾ നാം യത്നിക്കുന്നതും ഒരു തപശ്ചര്യയും ഒരു പരിഹാരവുമാണ്. അതൊരു സുപ്രധാനമായ ആധ്യാത്മിക യുദ്ധവുമാണ്.
അതിനാൽ ഈ 33 ദിവസവും വിശ്വസ്തയോടെ മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം, അത് നിർവഹിക്കാം. ഓരോ ദിവസത്തെയും ധ്യാന വിഷയം ചുരുക്കമായി അവതരിപ്പിച്ച ശേഷം അതാത് ദിവസത്തേക്കുള്ള വിചിന്തനവും പ്രാർത്ഥനയും സൽകൃത്യവും ഓഡിയോയായി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ദിവസവും സൗകര്യപ്രദമായ സമയത്ത് ഇതുപയോഗിച്ച് മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് സ്നേഹപൂർവ്വം ഏവരെയും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഫാദർ ജോസ് ഉപ്പാണി.